ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ബിരിയാണി തിന്നാൻ അമ്മയും മോനും കൂടെ പറന്ന് വന്നപ്പോഴത്തേക്കും ചെമ്പ് കാലിയായിട്ടിരിക്കുക, രണ്ടും ചമ്മി ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും അച്ഛനങ്ങോട്ട് എന്ന് ചോദിച്ച് വന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നത് കൊണ്ട് എല്ലാവരും നല്ല പിടിയങ്ങ് പിടിച്ച്. ഇനി ഇല്ലെന്നേ, ബിരിയാണി ചെമ്പ് കാലിയായെന്ന് രവിയേട്ടൻ പറയുക. അമ്മയും മോനും നാറി നിൽക്കുക. നിങ്ങൾ വെറുതെ മുറിക്കാൻ കുറച്ച് ലേറ്റായി പോയെന്ന് പറയുമ്പോൾ ഒന്നും പറഞ്ഞ് നിൽക്കുക ചന്ദ്ര. ഒരു നീട്ടി ഒരു ഏമ്പക്കൊക്കെ വിട്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒന്നും പറഞ്ഞ് നിൽക്കുക. ദഹിച്ചതാന്നും പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോഴത്തേക്കും അമ്മ കണ്ടോ, കഴിക്കുകയും ചെയ്തത് ദഹിക്കുകയും ചെയ്തമ്മയെന്ന് ശ്രുതി. അവൻ്റെ ഒരു കോഴി ഇവിടെ മാറ എങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഈ അമ്മ എന്തിനാ എന്നോട് ചൂടാന്ന്, അമ്മയ്ക്ക് കിട്ടാത്തതുപോലെ തന്നെ എനിക്കും കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. എന്തൊരു കഷ്ട, ബിരിയാണിയും കിട്ടിയില്ല, അടിയും കൊള്ളേണ്ടി വന്നു. എൻ്റെ പൊന്നെ, ഒരു മുട്ട കാരണം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ ബീരാനിക്ക മീരയുടെ വീട്ടിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ ശ്രുതിമോള്. മീരയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അപ്പം ഈ തിരിഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് ആളെ ആരാണെന്ന് ശ്രുതിക്ക് മനസ്സിലായില്ല. ശ്രുതി ഇങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ. നീ എന്തിനാ ഓടി വരാൻ പറഞ്ഞതെന്ന് ചോദിച്ചു മീരയോട് ശ്രുതി. അപ്പോൾ ഇദ്ദേഹത്തിന് നിന്നെ കാണണം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനോ? അപ്പോഴേക്കും നമ്മുടെ ബീരാനിക്ക തിരിഞ്ഞു. അപ്പോഴത്തേക്കും ഒരു ഞെട്ടല് ശ്രുതി. അല്ല, താൻ എന്താ ഇവിടെ? ഇവിടെ ഒന്ന് കറങ്ങി നടക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം ഞാനെന്താ, നീ വളർത്തുന്ന പട്ടിയോ? നീ പറയുന്നതനുസരിച്ച് കൂട്ടി കഴിയാനായിട്ടെന്ന് ചോദിച്ചു ശ്രുതിയോട് ബീരാനിക്ക ദേഷ്യപ്പെട്ടു. എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. മീശയൊക്കെ പിടിച്ച് ഭയങ്കര പവറിലാണ് നിൽക്കുന്നത്. അല്ല, വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പം അല്ല, വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു, നിങ്ങളെങ്ങനെ അറിഞ്ഞതെന്ന് ശ്രുതി അന്നേരം ബീരാനിക്കയോട് ചോദിച്ചു കേട്ടോ. ഇറച്ചിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ, നല്ലതായിരുന്നോ എന്ന് ചോദിച്ചു. കഴിക്കുമ്പോഴേ നല്ല ഹൽവ പോലെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമോ. അതെ, നല്ലതായിരുന്നല്ലോ. അല്ല, നിങ്ങളെങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞേ? രേവതി ചിക്കൻ വാങ്ങിച്ചതേ എൻ്റെ കടയിൽ നിന്നാണെന്ന് ബീരാനിക്ക് പറഞ്ഞു. എന്ന് ചോദിച്ചപ്പോൾ ഒരു ഒറ്റ ഞെട്ടല്. രേവതി നിങ്ങളുടെ കടയിൽ വന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? വന്നു. എൻ്റെ കടയിൽ വരുന്ന റെഗുലർ കസ്റ്റമറുണ്ട്. ആ പെണ്ണ് ആ രേവതിയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന കാര്യം ബീരാനിക്ക പറയുമ്പോഴത്തേക്കും അയ്യോ, അല്ല അപ്പോൾ രേവതി നിങ്ങളെ കണ്ടോ? നിങ്ങളെല്ലാം പറഞ്ഞോ അവളോട്? എല്ലാം തോലച്ചോ നിങ്ങൾ? രേവതി എല്ലാം അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് പറയേണ്ടി വന്നേനെയല്ല. പിന്നെ ആ പെണ്ണ് കുറച്ച് സമയം ഫോണിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ സമയത്ത് ഞാനേ ബുദ്ധിപരമായിട്ട് തോർത്തുകൊണ്ട് മുഖവും മറിച്ചങ്ങ് പിടിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ ബീരാനിക്ക സംഭവിച്ചത് ശ്രുതിയോട് പറയാം. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. ഞാനൊന്നും സംസാരിച്ചതും ഇല്ല, അതുകൊണ്ട് അവൾക്ക് എന്നെ മനസ്സിലായിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമോ. അത് കേട്ടപ്പം അവൾക്ക് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത ഭാവം നടിച്ചതായിരിക്കോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ ഇങ്ങ് മനസ്സിലായിട്ടൊന്നും ഇല്ല നീ, അത് ഉറപ്പാണെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പം ഭാഗ്യം, തലനാരിഴയ്ക്കാണല്ലോ രക്ഷപ്പെട്ടല്ലോ. അപ്പം നീ അയാൾ പറയുന്നത് ബാക്കിയും കൂടെ കേൾക്കും, അപ്പം അത്ര ആശ്വാസം നിനക്ക് തോന്നത്തില്ല എന്ന് മീര അന്നേരം പറഞ്ഞു. എന്താ അന്നേരം ശ്രുതി, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഞാൻ ആരെയും ചതിക്കാറില്ല, കള്ളം പറയാറുമില്ല. നല്ല ഇറച്ചി മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. കള്ളത്തരവും ഞാൻ ആരുടെ അടുത്തും ഒന്നും കാണിക്കാറില്ല. പിന്നെ നിനക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കള്ളം പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കും. എന്നൊന്നു ഒരു രീതിയിൽ രേവതിക്ക് എങ്ങാനും എന്നെ മനസ്സിലായിരുന്നെങ്കിൽ ഇന്നേ വരെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ സൽപ്പേര് നഷ്ടമായി പോയേനെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക. എൻ്റെ മാനവും മര്യാദ എല്ലാം പോകുമായിരുന്നു. ഇനിയും വരുമെന്ന് പറഞ്ഞ് അവൾ പോയിരിക്കുന്നെന്ന് പറയുമ്പോൾ രേവതി ഇനിയും വരും ഇറച്ചി വാങ്ങാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ട് ടെൻഷനാവുക. അതെ, ഒരു കാര്യം ചെയ്താലോ, നിങ്ങളെ ഇനി ആ കട തുറക്കണ്ടെന്ന് ശ്രുതി ബീരാനിക്കയോട് പറയുക. കട പൂട്ടി വേറെ എവിടേക്കെങ്കിലും പോകാനും പറഞ്ഞു. നീ കൊള്ളാമല്ലോ, എത്ര ഈസി ആയിട്ടാണ് നീ അത് പറയുന്നത്. എത്ര വർഷമായിട്ടാണ് ഞാൻ എൻ്റെ കട നടത്തുന്നതെന്ന് എനിക്കറിയാവോ? ആ കട കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ബീരാനിക്ക പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞ് നിൽക്കുക ശ്രുതി. നീയേ ഒരു സ്വാർത്ഥമായിട്ടുള്ള പെണ്ണാ, നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബീരാനിക്ക് ഇവിടെ ഉള്ള കാര്യം ഒന്ന് വിളിച്ചു പറയുകയാണ്. നിനക്ക് വേണ്ടി ഞാൻ നിന്റെ ഇളയച്ചനായിട്ട് വരെ അഭിനയിച്ചു. എന്നിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് എത്ര കള്ളത്തരങ്ങളാണ് ഞാൻ നിനക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. മീര ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. ഈ മീര പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. ഇപ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്കെന്നൊക്കെ പറഞ്ഞ് ബീരാനിക്ക് ഇങ്ങനെ പറഞ്ഞു. നിനക്കോ എൻ്റെ കട പൂട്ടിക്കണോ അല്ലോടി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാടി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അല്ല, രേവതി പിന്നെയും വന്ന പ്രശ്നമാവില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അത് തന്നെയാണ് എൻ്റെയും പ്രശ്നമെന്ന് ബീരാനിക്ക ദേഷ്യത്തോടെ ശ്രുതിയോട് പറയണു. നിനക്കറിയോ, എൻ്റെ കടയിൽ ഒരു തവണ വന്നവർ വീണ്ടും വീണ്ടും വരും. അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ഇറച്ചിയാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്, അത് നിനക്കറിയാമോ? അപ്പോൾ അതുകൊണ്ടാണ് തന്നോട് കട കൂട്ടാൻ പറഞ്ഞതെന്ന് ശ്രുതി. വേറെ എവിടെയെങ്കിലും പുതിയ കട തുടങ്ങാമല്ലോ. അതൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥിരം കസ്റ്റമേഴ്സുള്ള സ്ഥലമാണത്.
ഈ ഏരിയ എന്ന് ഞാൻ എങ്ങോട്ടും മാറത്തില്ല എന്നും പറയുമ്പോൾ എനിക്ക് കുറച്ച് നാളത്തേക്ക് പൂട്ടിയെങ്കിലും ഇടാൻ പറഞ്ഞു. പൂട്ടിയിട്ട് എൻ്റെ കുടുംബം പട്ടിണിയാവില്ലേ എന്ന് ചോദിച്ചു. ആ കടയൊന്നും ഞാൻ പൂട്ടത്തില്ല. ദേ നിങ്ങളൊരു കാര്യം ചെയ്യുക, രേവതി എൻ്റെ കടയിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് വീരാനിക്ക ശ്രുതിയോട് പറയണം. ഇത് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ദേ ഇന്നത്തെ പോലെ എല്ലാ ദിവസവും അവളെ കബളിപ്പിച്ച് രക്ഷപ്പെടാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കത്തില്ല കേട്ടോ, അതും ഞാൻ പറഞ്ഞേക്കാം. ഇനി അവൾ വരുമ്പോൾ സച്ചി അവളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കും. എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങൾ ഇറച്ചി വെട്ടുന്ന കത്തിയില്ലേ, അതെടുത്ത് അവൻ നിങ്ങളെ വെട്ടുമെന്ന് മീര അന്നേരം ഇക്കയോട് പറഞ്ഞു. ഷോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. അപ്പം പോത്തിനെ അടിഞ്ഞൊക്കെ നിങ്ങൾ കെട്ടിത്തൂക്കുന്നില്ലേ, അതുപോലെ നിങ്ങളെ അവൻ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞ് മീര അതിനെ പേടിപ്പിക്കാം. ഈശ്വര, അതാ എൻ്റെയും പേടിയെന്ന് പറഞ്ഞ് പാവം അവിടെ നിൽക്കുകയാണ്. അവൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, ആ ഒരു പേടി എനിക്ക്. ഇവള് പിന്നെ ആ വീട്ടിലുണ്ടാവാനും പോകുന്നില്ല, ഇവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ നിനക്കറിയാവോ, നിനക്ക് വേണ്ടി ഒരു തീവ്രവാദിയെ പോലെ ഞാനിങ്ങനെ പാത്തും പതുങ്ങിയും കഴിയുകയാണെന്ന് വീരാനിക്ക പറഞ്ഞു. അപ്പോൾ എത്ര കാലം ഞാനങ്ങനെ കഴിയും? ഇനി എനിക്കത് പറ്റത്തില്ല, ഇനി ഞാനത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് നടന്ന എന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് തന്ത്രപൂർവ്വം ഉപയോഗിച്ചതാണെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നോ, എൻ്റെ ദൈവമേ, എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ നിങ്ങളുടെ കെണിയിലും വന്ന് വീണുപോയി. അതെ, ഈ ഓട്ടം ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്നും ഇനി ഓടാൻ എന്നെ കൊണ്ട് വയ്യാന്നും വീരാനിക്ക് ഇവരോട് പറയുവാണ്. അത് കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നുകൂടെ പേടിച്ചു കേട്ടോ. പിന്നെ ഈ സച്ചിക്കും രേവതിക്കും മുന്നിലെങ്ങാനും ഞാൻ ചെന്ന് അവരെന്നെ എങ്ങാനും പിടി കൂടിയാ ഞാനേ ദേ അവരോട് ഉള്ള സത്യങ്ങളെല്ലാം വിളിച്ച് പറയും കേട്ടോ എന്ന് പറഞ്ഞു. ഇതെന്താ നിങ്ങൾ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി, എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത് ശ്രുതി എന്ന് മീരയും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് പറയാനായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേ നോക്ക്, പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ എന്ന് വീരാനിക്ക പറയണം. ഈ കള്ളക്കളി എൻ്റെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്നും ദേ അധിക നാളൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും വീരാനിക്ക പറയുമ്പം പിന്നെ പെന്നയ്യാനാണെന്ന് ശ്രുതി ചോദിച്ചു. ഞാനേ അവരോടുള്ള സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയും കേട്ടോ. അതിനു മുൻപ് നിങ്ങളായിട്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചെടുക്കാൻ നോക്കാനും വീരാനിക്ക മാന്യമായി പറഞ്ഞു. അങ്ങനെ ചെയ്താൽ ഞാനും സേഫാകും, നിങ്ങളും സേഫാകും. പിന്നെ അതിൽ യാതൊന്നും പേടിക്കേണ്ട ആവശ്യം വരില്ല. പെട്ടെന്നായാൽ അത്രയും നല്ലത്. പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇനി എന്ന് രേവതി എൻ്റെ കടയിൽ വരുന്നോ അന്ന് വരെ മാത്രമേ എനിക്കിതെല്ലാം മൂടി വയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ വീരാനിക്ക് അവിടെ നിന്ന് പോയി. അപ്പോൾ ഇനി എന്ത് ചെയ്യും ശ്രുതി, കളി കാര്യമാവാണല്ലോ എന്ന് പറയുമ്പം എല്ലാം കൈവിട്ട് പോവാണല്ലോ, അപ്പോൾ എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ശ്രുതി ആകെ വെകളി പിടിച്ച് നടക്കുക. ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് കൂട്ടുകാരി സൈഡിൽ നിന്ന് പ്രോത്സാഹിപ്പിച്ചും കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭാമാൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഭാമയുടെ വീട്ടിലേക്ക് നമ്മുടെ രേവതി വന്നു. ആ രേവതി അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ദേ ആൻറ്റി പൂവെന്നും പറഞ്ഞ് പൂവും രേവതി കൊണ്ടുവന്ന് കൊടുത്തു. നീ കൊണ്ടുവരുന്ന പൂക്കളെ വളരെ ഫ്രഷ് ആണെന്നും ഭാമാൻറ്റി പറയുക. ഇപ്പം പൂത്തതുപോലെ ഉണ്ട്, എന്താ വാസന എന്നൊക്കെ പറയുമ്പം ദൈവത്തിന് അർപ്പിക്കുന്ന പൂക്കളെ മണപ്പിച്ച് നോക്കരുതെന്നാ പറയാറ് ആൻറ്റി എന്ന് പറയുമ്പോൾ അയ്യോ ഞാനത് മറന്നുപോയി രേവതി, ഈ ഇടയായി എനിക്ക് മറവി ഇച്ചിരി കൂടുതലാണ്, മനസ്സ് ശരിയല്ല രേവതി എന്ന് പറയുമ്പോൾ അയ്യോ എന്തു പറ്റി ആൻറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ദിവസം 2 നേരമെങ്കിലും ചന്ദ്ര എനിക്ക് ഫോൺ ചെയ്യാറുള്ളതാണെന്നും പിന്നെ ഇപ്പം എന്നെ അവൾ വിളിക്കുന്നതേ ഇല്ലെന്നുള്ള കാര്യങ്ങളും ഭാമാൻറ്റി പറയുക. ഞാൻ സച്ചിയോട് സത്യം പറഞ്ഞതാണ് ശരിക്കും കാരണമായിട്ട് അവൾ പറയുന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവൾ എന്നെ തീരെ ഗൗനിച്ചില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നീ പറ രേവതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടത്തോട് ഭാമ രേവതിയോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. സച്ചി പാവം വിഷമത്തോടെയായിരുന്നു അവൻ അന്നിവിടെ വന്നത്. അതിനു മുന്നേ ഞാൻ അവനെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. രേവതിയെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, ഇപ്പം നിങ്ങൾക്കും ഇഷ്ടമല്ലാതായോ എന്ന് അവൻ എന്നോട് ചോദിക്കുക ചെയ്തതെന്നുള്ള കാര്യവും ഭാമ ഇങ്ങനെ പറയണേ. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് പെടഞ്ഞു രേവതി. അതുകൊണ്ടാണ് ഞാൻ സച്ചിയോട് സത്യമൊക്കെ തുറന്ന് പറഞ്ഞതെന്നും പറയുമ്പോൾ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആൻറ്റി എന്ന് രേവതി പറയുമ്പം അത് ചന്ദ്രയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ രേവതി, ഞാൻ എന്ത് ചെയ്യാനാ, അവൾക്കൊന്നും മനസ്സിലാവത്തില്ല, ആരെയും മനസ്സിലാക്കാനും അവൾക്ക് കഴിയത്തില്ല. അവൾ പ്രസവിച്ച സച്ചിയെ അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നും ഭാമ പറയുവാണ്. അവൻ മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തവനാ, നല്ലവനാ. എനിക്ക് അങ്ങനെ ഒരു മകനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നല്ല തലയിൽ വെച്ചുകൊണ്ട് നടന്നേനെന്ന കാര്യമൊക്കെ ഭാമ ഇങ്ങനെ രേവതിയോട് പറയുന്നത് കേട്ടപ്പോൾ രേവതിക്കൊരു ചിരി. 30 വർഷം കൂടെ നടന്ന് എന്നെയും അവൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. നീ കാശ് മോഷ്ടിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നും അവളാ പറഞ്ഞതെന്നും ഭാമ രേവതിയോട് പറയുന്നു. നീ എന്നെ തെറ്റിദ്ധരിക്കല്ല രേവതി എന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി, ഞാനൊരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കില്ല, എനിക്ക് ആൻറ്റി അറിയില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചന്ദ്രയ്ക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവില്ല. എന്തു പറയണം എന്തു പറയണ്ട ഇതൊന്നും അവൾക്കറിയില്ല. ഇതൊന്നും അവൾ പഠിക്കുന്നുമില്ല. തെറ്റ് ചെയ്താലും അവൾക്ക് കുറ്റബോധമോ കൂസലോ ഒന്നുമില്ല.
രവിയേട്ടൻ തങ്കം പോലൊരു മനുഷ്യനല്ലേ. രവിയേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ചന്ദ്ര മുന്നേ ഒഴിവാക്കിയേനെന്നും പറയാം, അല്ലെങ്കിൽ തല്ലിക്കൊന്ന് അദ്ദേഹം ജയിലിലെങ്കിലും പോയേനെന്നും പറയണം. അപ്പം ഇതൊക്കെ കേട്ട് രേവതി ചിരിക്കുക. അച്ഛൻ അങ്ങനെയാ, ആരെയും അച്ഛൻ വിഷമിപ്പിക്കില്ല, സ്നേഹിക്കാൻ മാത്രമേ അച്ഛൻ അറിയുള്ളൂ, എല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയൊക്കെ ചെയ്യുന്നൊരു മനസ്സ് അച്ഛൻ്റേതെന്ന് പറയുമ്പോൾ ഭാഗ്യം ചെയ്തവൾ അവൾ. ഒരു നല്ല മരുമകളെ തന്നെ അവൾക്ക് കിട്ടിയത്. പക്ഷെ അവൾ അത് മനസ്സിലാക്കുന്നില്ല. നിൻ്റെയും സച്ചിയുടെയും സ്നേഹം അവൾ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പം അവളിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് നിനക്ക് സങ്കടം വരുന്നില്ല രേവതി എന്ന് ചോദിച്ചു. ആദ്യമൊക്കെ എനിക്ക് സങ്കടം തോന്നിയിരുന്നു, ഇപ്പം അതൊരു ശീലമായി എന്ന് പറഞ്ഞു. അവളെ വെറും മണ്ടിയാ രേവതി, നല്ലതും ചീത്തയും അവൾക്ക് ഇതുവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിട്ടില്ല. അവൾക്ക് കിട്ടിയ ഭാഗ്യം നീയാ. ദേ അവൾ നല്ല മനസ്സുള്ളവളായിരുന്നെങ്കിൽ നീ അല്ല കാശെടുത്തതെന്ന് തെളിയിക്കാൻ വേണ്ടി അവളുടെ താലിമാല വിറ്റ് എനിക്ക് 2 ലക്ഷം രൂപ കൊണ്ട് തരുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ശ്രുതി പോക്കാണ് എന്നുള്ള കാര്യം ഭാമയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് രേവതി എന്ന് പറഞ്ഞാൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. ആൻറ്റിക്ക് 2 ലക്ഷം രൂപ തന്നെന്നോ? ആ അതേ നീ തന്നു എന്ന് ഭാമ രേവതിയോട് പറയണം. സത്യമോളെ ഞാൻ പറഞ്ഞത്, രേവതി ആ കാശ് എടുത്തതെന്നും പറഞ്ഞ് ആൻറ്റി അവളെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ഇതിൻ്റെ പേരിൽ വീട്ടിലെപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ പോയ രേവതി ആത്മഹത്യ ചെയ്യും, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, വഴക്കുണ്ടാക്കരുത്, സമാധാനം വേണം എന്നൊക്കെ പറഞ്ഞ് അവൾ പൈസ തന്നതെന്ന കാര്യവും പറഞ്ഞു. അങ്ങനെയാ കഴിഞ്ഞ 2 ദിവസം ഞാൻ 2 ലക്ഷം രൂപ തന്നത്, അവരുടെ താലിമാല വിറ്റ കാശാ അതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ ഇരിക്കുന്നു. കാശ് ആരും മോഷ്ടിച്ചിട്ടില്ല, അത് ഷെൽഫിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ ശരിക്കും നോക്കിയിട്ടില്ല, അതാ കാണാത്തത് എന്ന് ചന്ദ്രയോട് വിളിച്ചു പറയാനും അവൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനതുപോലെ തന്നെ ചന്ദ്രയോട് പറഞ്ഞു, അതാ ശരിക്കും സംഭവിച്ചതെന്ന് പറയുമ്പോൾ രേവതി അന്തം വിട്ട് ഇങ്ങനെ നോക്കുക. നീ കാശ് എടുത്തിട്ടില്ല, നിന്റെ നിരപരാധിത്വം ചന്ദ്രയെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കാശ് തന്നതെന്ന കാര്യമൊക്കെ പറയുവാണ്. പിന്നെ കാശ് തിരികെ കിട്ടിയ പ്രശ്നം അവിടെ അവസാനിക്കുമെന്നും കുടുംബത്തിന് സമാധാനം ഉണ്ടാകുമല്ലോ അതിനുവേണ്ടി കൂടിയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യവും പറയുന്നത്. പക്ഷെ അതല്ലെന്ന് രേവതിക്ക് മനസ്സിലായി. അപ്പം കുടുംബസ്നേഹിയായി ഇത്രയും നല്ല മനസ്സുള്ള മരുമകൾ വേറെ ഏത് വീട്ടിലുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ആൻറ്റി പറഞ്ഞൊക്കെ സത്യം തന്നെയാണെന്ന് രേവതി ചോദിച്ചു. അപ്പോൾ സത്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് അവൾ നിങ്ങളോട് ഇത് പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പം അതെനിക്കറിയില്ല ആൻറ്റി. ഇത് ആരും അറിയണ്ടെന്ന് അവൾ കരുതി കാണുമെന്ന കാര്യവും ഭാമ പറയുവാണ്. നല്ല മനസ്സുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും. ഒരു കൈ കൊണ്ട് ചെയ്യുന്ന സഹായം മറ്റേ കൈ പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു. ഞാനീ പറഞ്ഞത് നീ അവളോട് പറയരുത് കേട്ടോ എന്ന് ഭാമ പറയുവാണ്. അവളോടൊന്നല്ല ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അതും അല്ല, ശ്രുതി എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന് രേവതി ചോദിക്കുവാണ്. അതെനിക്ക് മനസ്സിലാവാത്ത എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഇരിക്കുന്നു. ഭാമ പാവം ഇതൊന്നും മനസ്സിലാവാതിരിക്കുക. അപ്പോൾ ശരി എന്നാണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോകുന്ന രേവതി ഇതിനെപ്പറ്റി ചിന്തിക്കുവാണ്. എന്നിട്ട് രേവതി എന്നത് സച്ചിയോട് പറഞ്ഞു. അപ്പോൾ പാർലറെടുത്ത് 2 ലക്ഷം രൂപ തന്നു, നീ തന്നെയാണോ രേവതി പറയുന്നത്? ഞാൻ എന്തിനാ സച്ചിയോട് നോള പറയുന്നത് എന്ന് രേവതി അന്നേരം സച്ചിയോട് ചോദിച്ചു. പാർലറായിട്ടത് എന്തിന് കാശ് കൊടുക്കണം, അതിൻ്റെ കാരണം എന്താ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുക. രേവതി എല്ലാവരും ചേർന്ന് കള്ളിയാക്കി അവൾക്ക് വീട്ടിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ പോയാൽ ആ പാവം ആത്മഹത്യ ചെയ്യും, പിന്നെ പേരുദോഷം മാറ്റി അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ കൊടുത്തതെന്നുള്ള കാര്യം പറഞ്ഞ കാര്യവും രേവതി പറയുകയാണ്. വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്, തമ്മിൽ തല്ലാതെ കുടുംബത്തിലെല്ലാവരും സമാധാനത്തോടെ ഇവിടെ കഴിയണം, പിന്നെന്താ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും അല്ല ചിന്തിച്ചിരിക്കുന്നത്. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട് രേവതി. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ നിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നത്, ഇതിലെന്തോ കള്ളത്തരമുണ്ട് രേവതി. എനിക്കറിയില്ല എൻ്റെ പൊന്നു സച്ചേട്ടാന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ ഇരിക്കണം. അവൾ ഭാമാൻ്റെക്ക് കാശ് കൊടുത്തതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഒന്നും ഉണ്ട് രേവതി എന്ന് പറയുമ്പം അതെന്ന് രേവതിയും പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും ആ പൈസ കാണാൻ പോയ സ്ഥിതിക്ക് ആരെടുത്തു എന്ന് അന്വേഷിക്കില്ലേ എന്ന് ചോദിച്ചു. അന്വേഷിക്കും, അത് ചിലപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് അവളുടെ തലയിൽ വരുമെന്നുള്ളൊരു പേടി അവൾക്ക് ഉണ്ടാവില്ലേ? ആ കാശ് അവൾ തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തു, ആ പൈസ നമുക്ക് തന്നാൽ പിന്നെ അവിടെ അന്വേഷണം നടക്കില്ലല്ലോ. അപ്പോൾ അവളാണ് ആ സാധനം എടുത്തതെന്ന് കണ്ടുപിടിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ശ്രുതിയാണ് 2 ലക്ഷം രൂപ മോഷ്ടിച്ചെന്നാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓട്ടക്കാരനും പാർലറേട്ടത്തെയും അവരുടെ നല്ലതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും, കുടുംബത്തിന് നല്ലതിന് വേണ്ടി അവരൊന്നും ചെയ്യില്ല, ഭൂലോക ഫ്രോഡാ അവള്. ഇതെങ്ങാനും ഇവിടെ അറിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാവില്ല സച്ചേട്ടാ. ഇത് ഞാൻ കെട്ടിച്ചമച്ച കഥയാണെന്നും പറഞ്ഞ് അമ്മ എൻ്റെ തലയിൽ കയറുകയും ചെയ്യുന്നു പറയുമ്പം ഇപ്പം നീ ആയിട്ടൊന്നും പറയാൻ പോകണ്ടെന്ന് സച്ചി പറഞ്ഞു. സമയമാവട്ടെ, ഇതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുക നമ്മുടെ സച്ചി. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ എല്ലാവരും അത് ഉറപ്പായിട്ടും അറിയുമല്ലോ. നമുക്കേ
ആ പൈസ ബാഗിൽ കൊണ്ടുപോയിടാം. എന്താണെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോയി. സച്ചി ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഗഹനമായി ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം. എന്തായാലും ശ്രുതി മോള് പെട്ടു. ശ്രുതിയുടെ സകല കള്ളക്കളികളും പൊളിഞ്ഞു. ഇനിയിപ്പോൾ ശ്രുതി ഇങ്ങനെ നെട്ടോട്ട് ഓടും. അങ്ങനെ കുടം കമിഴ്ത്തി വെള്ളം കോരി ഒഴിച്ച അവസ്ഥയായിപ്പോയി. ശ്രുതിക്ക് ലാസ്റ്റ് ഒന്നും കിട്ടിയതുമില്ല, കയ്യിലുണ്ടായിരുന്നു പോകുകയും ചെയ്തു. ദേ ഇപ്പോൾ അടുത്ത ഭൂകമ്പമായിട്ട് നമ്മുടെ ഇക്കയും വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനായി. ടാറ്റാ.